ഹായ്, എല്ലാവർക്കും നമസ്കാരം. നമ്മുടെ പുതിയൊരു വ്ളോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എല്ലാവരും സുഖമായിട്ടിരിക്കുമല്ലേ? ഞങ്ങളുടെ സുഖമായിട്ടിരിക്കുന്നു. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ ടൈറ്റിലും തമ്പനയിലും ഒക്കെ കണ്ടപ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലായി കാണുമല്ലോ. ഞാൻ ബോട്ടോക്സ് ചെയ്തിട്ട് ഇപ്പോൾ 1.5 മാസം ആവുന്നുണ്ട്. അപ്പോൾ ഇതിനിടയിൽ ഞാൻ ശ്രദ്ധിച്ച കാര്യങ്ങളും ഇപ്പോൾ എൻ്റെ ഹെയറിൻ്റെ ടെക്സ്ചർ എങ്ങനെയാണെന്നും അതുപോലെ തന്നെ ഞാൻ ഏത് തരം ഹെയർ സ്റ്റൈലാണ് ചെയ്യുന്നതെന്നും അതിനെയൊക്കെ കുറിച്ചിട്ടുള്ളൊരു ഡീറ്റെയിൽഡ് ആയിട്ടുള്ളൊരു വീഡിയോ ആയിരുന്നു കേട്ടോ. അപ്പോൾ നിങ്ങൾ വീഡിയോ സ്കിപ്പ് ചെയ്യാൻ മുഴുവനായിട്ടൊന്ന് കണ്ടു നോക്കണേ. ഞാൻ 2025 ഡിസംബർ 11-നാണ് ആദ്യമായിട്ട് ബോട്ടോക്സ് ചെയ്തത് കേട്ടോ. അപ്പോൾ അതിൻ്റെ വീഡിയോ ഞാൻ നമ്മുടെ ചാനലിൽ ഇട്ടിട്ടുണ്ട്. നിങ്ങൾ എന്തായാലും കണ്ടു നോക്കുക. അപ്പോൾ അത് കണ്ടിട്ട് ഇത് കാണുവാണെങ്കിൽ കുറച്ചും കൂടി നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിരിക്കും കേട്ടോ. അപ്പോൾ ഫസ്റ്റ് ഹെയർ വാഷ് ചെയ്തിരുന്നത് 16-ാം തീയതിയാണ്, ഡിസംബർ 16-നാണ് കേട്ടോ. അപ്പോൾ കഴിഞ്ഞ ആ ഒരു ബോട്ടോക്സ് വീഡിയോ ഞാൻ ഒരു 1.5 മാസം മുന്നേ ഇട്ടിരുന്ന ആ ഒരു വീഡിയോക്കകത്ത് ഞാൻ ഫസ്റ്റ് ഹെയർ വാഷ് ചെയ്തതിന് ശേഷമുള്ള ടെക്സ്ചർ കാണിച്ചിരുന്നു. പിന്നെ അത് കഴിഞ്ഞിട്ട് ഇത് 2025 ഡിസംബർ 26-ന് എൻ്റെ സെക്കൻഡ് ഹെയർ വാഷ് ചെയ്തതാണ് കേട്ടോ. അപ്പോൾ ഞാൻ ആഴ്ചയിൽ ഒരു ദിവസമാണ് ഹെയർ വാഷ് ചെയ്ത് കുളിക്കാറുള്ളൂ. ബാക്കി ഡേയ്സിലെല്ലാം ബോഡി വാഷാണ് ചെയ്യുന്നത്. ഞാൻ ചെയ്തേക്കുന്നത് ബ്രസീലിയൻ ബോട്ടോക്സ് ആണ്. അപ്പോൾ ബോട്ടോക്സ് ചെയ്തപ്പോഴേ അവർ പറഞ്ഞത് 6 മാസത്തേക്കാണ് ഈ ഒരു ഹെയറിന്റെ ടെക്സ്ചർ കാണത്തുള്ളൂ എന്ന്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ വാഷ് ചെയ്യുന്നതിനനുസരിച്ച് ഇതിന്റെ ടെക്സ്ചർ മാറി പഴയ ഒരു ലുക്കിലേക്ക് വരും. അപ്പോൾ എൻ്റേതൊരു വേവി ഹെയർ ആയിരുന്നു കേട്ടോ. അപ്പോൾ ഇത് ബോട്ടോക്സ് ചെയ്തതിന് ശേഷമാണ് ഈ ഒരു രീതിയിൽ എൻ്റെ ഹെയർ ആയത്. ഒരു സ്ട്രെയിറ്റ് ലുക്കിലേക്ക് വരുവാണ് ചെയ്തത്. അപ്പോൾ നമ്മൾ ഓരോ വാഷ് കഴിയും തോറും നമ്മുടെ ആ ഒരു ഹെയറിന്റെ ടെക്സ്ചർ മാറി മാറി വരും. അപ്പോൾ ഇത് സെക്കൻഡ് ഹെയർ വാഷ് ചെയ്ത ഡേ ആണ്. അപ്പോൾ ഞാൻ തലേ ദിവസം ക്ലിപ്പൊക്കെ ഇട്ട് വെച്ച് കിടന്നത് കൊണ്ടാണ് ആ ഇടയിൽ ചെറിയൊരു കുഴിവ് പോലെ കാണുന്നത് കേട്ടോ. ഞാൻ മാക്സിമം മുടി അഴിച്ചിട്ട് തന്നെയാണ് കിടക്കാനായിട്ട് ശ്രമിക്കുന്നത്. പിന്നെ ഇന്നത്തെ ദിവസം ഞാൻ പോയിട്ട് കളറും കൂടെ ചെയ്ത ദിവസമാണ്. ഓൾറെഡി ഞാൻ കാരമൽ ബ്രൗൺ കളർ ചെയ്തിരുന്നു. പക്ഷേ ഞങ്ങൾക്ക് കളർ കുറവായിട്ട് തോന്നിയ കാരണം കൊണ്ട് വീണ്ടും ഞാൻ വൈൻ റെഡിന്റെ കളറാണ് സെലക്ട് ചെയ്തത് കേട്ടോ. പൊതുവേ ഇങ്ങനെ കളർ ചെയ്യുന്ന സമയത്ത് മിക്ക ആൾക്കാരും ബ്ലീച്ചിങ് ചെയ്തിട്ടാണ് കളർ ചെയ്യുന്നത്. അപ്പോൾ ഞങ്ങൾ പ്രത്യേകം പറഞ്ഞിരുന്നു ഞങ്ങൾക്ക് ബ്ലീച്ച് വേണ്ട. അപ്പോൾ ഞാനും ഹസ്ബൻഡിനും കളർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ പക്ഷെ നമുക്ക് കുറച്ചും കൂടി നല്ല വിസിബിൾ ആയിട്ട് അറിയുന്ന രീതിയിലുള്ള കളർ വേണം താനും. അപ്പോൾ അങ്ങനെ വന്നപ്പോഴത്തേക്കും നമുക്ക് അവിടുത്തെ സ്റ്റാഫാണ് പറഞ്ഞു തന്നത് അങ്ങനെയാണെങ്കിൽ റെഡ് ഫാമിലിയിലുള്ള കളർ എടുക്കാനായിട്ട്, കാരണം നമ്മൾ ബ്ലീച്ച് ചെയ്യുന്നില്ലല്ലോ. പിന്നെ മാത്രമല്ല ഞാൻ നേരത്തെ ചെയ്തിരുന്നത് കാരമൽ ബ്രൗൺ കളർ, അത് സെറ്റിൽഡ് ആയിട്ട് അറിയുന്ന രീതിയിലാണ് ചെയ്തിരുന്നത്. അതായത് നമ്മളിങ്ങനെ അടുത്തോട്ട് വരുന്ന സമയത്ത് മാത്രമേ കളർ കാണാൻ പറ്റുള്ളൂ, അല്ലെങ്കിൽ സൺലൈറ്റിൽ മാത്രമാണ് കളർ കാണാൻ പറ്റുന്നത്. അതെനിക്ക് ഒട്ടും കളർ ഇല്ലാത്ത പോലെ തോന്നിയത് കൊണ്ട് പിന്നീട് ഞങ്ങൾ അറിയുന്ന രീതിയിൽ ദൂരെ നിന്ന് നോക്കിയാലും അറിയുന്ന തരത്തിലുള്ള കളർ സെലക്ട് ചെയ്തു. ഞാൻ ഇതിന്റെ ഷോർട്സ് വീഡിയോ ഓൾറെഡി നമ്മുടെ ചാനലിൽ ഇട്ടിട്ടുള്ളതാണ് കേട്ടോ. നമുക്കിങ്ങനെ കളർ ചെയ്യണമെന്നൊന്നും ഒരു നിർബന്ധവും ഇല്ല. അപ്പം ഞങ്ങൾക്കൊരാഗ്രഹം തോന്നിയിട്ട് അങ്ങനെ ചെയ്തതാണ് കേട്ടോ. ഞങ്ങൾ വെക്കേഷൻ സമയത്ത് ഇങ്ങനെ പോയ സമയത്ത് ചെറിയൊരു മേക്ക് ഓവർ ചെയ്യണമെന്ന് വിചാരിച്ചിട്ട് അങ്ങനെ ചെയ്തതാണ് കേട്ടോ. ഇത് ചെയ്യണമെന്ന് ഒരു നിർബന്ധവും ഇല്ല. കളർ ചെയ്യാൻ ഇഷ്ടമില്ലാത്തവർ ചെയ്യണ്ട. അപ്പോൾ ഇത് നമ്മൾ സ്ട്രീക്സ് വൈസ് ആണ് ചെയ്തിട്ടുണ്ടായിരുന്നത്. വേണമെന്നുണ്ടെങ്കിൽ ഗ്ലോബൽ ആയിട്ട് നമുക്ക് ചെയ്യാം. അപ്പോൾ നമുക്ക് സ്ട്രീക്സ് എത്ര എണ്ണം വേണമെന്ന് പറഞ്ഞാൽ അതിനനുസരിച്ച് നമുക്ക് അവർ ചെയ്തു തരും. ഞങ്ങൾക്ക് ഇങ്ങനെ ഇടയ്ക്ക് ബ്ലാക്കും അതുപോലെ തന്നെ ഈ ഒരു റെഡ് വൈനും വരുന്ന രീതിയിലുള്ള കളറിംഗ് ആണ് ചെയ്തേക്കുന്നത് കേട്ടോ. പിന്നെ നമ്മളോട് പ്രത്യേകം പറഞ്ഞിരുന്നു നമ്മൾ ബ്ലീച്ച് ഒന്നും ചെയ്യാതെ ഡയറക്റ്റ് ആയിട്ട് ഹെയറിൽ അപ്ലൈ ചെയ്യുന്ന ആയതുകൊണ്ട് കുറേ വാഷ് കഴിയുമ്പോഴത്തേക്കും ഈ കളർ ഇങ്ങനെ ഫെയ്ഡ് ആയിട്ട് പോകുമെന്ന്. അപ്പോൾ എനിക്ക് ആരോ കമന്റും ചെയ്തിട്ടുണ്ടായിരുന്നത് എത്ര നാൾ ഈ കളർ നിൽക്കുമെന്ന്. അപ്പോൾ 6 മാസമാണ് അവർ പറഞ്ഞേക്കുന്നത്. 6 മാസം പറഞ്ഞിട്ടുണ്ടെങ്കിലും നമ്മൾ ഹെയർ വാഷ് ചെയ്യുന്നതിനനുസരിച്ച് ഇതിങ്ങനെ ഫെയ്ഡായി വരും. ഞാൻ ആദ്യം ഈ ഒരു കാരമൽ ബ്രൗൺ കളർ ചെയ്തേക്കുന്നതുകൊണ്ട് ഈ മേലെ അടിച്ചേക്കുന്ന ഈ ഒരു വൈൻ കളർ ഫെയ്ഡായി കഴിഞ്ഞാലും പിന്നെ എനിക്ക് ആ ഒരു കാരമൽ ബ്രൗൺ കളറും കൂടി കാണാനായിട്ട് പറ്റുമെന്നാണ് പറഞ്ഞത് കേട്ടോ. പക്ഷേ ഓരോ വാഷ് കഴിയുമ്പോഴും ലൈറ്റായിട്ട് എനിക്ക് കളർ ഇങ്ങനെ പോകുന്നുണ്ട് ഷാമ്പു വാഷ് ചെയ്യുമ്പോൾ. പിന്നെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് നമ്മൾ ഒരുപാട് ഇങ്ങനെ ടൈറ്റ് ആയിട്ടൊന്നും മുടി കെട്ടാനായിട്ട് പാടില്ല. അപ്പം ഞാൻ ഈ വീഡിയോയുടെ ലാസ്റ്റ് എങ്ങനെയാണ് ഞാൻ ഹെയർ സ്റ്റൈലിംഗ് ചെയ്യുന്നതെന്നൊക്കെ ഒന്ന് കാണിച്ചു തരാം കേട്ടോ. പിന്നെ ഞാൻ ഡാൻഡ്രഫ് ട്രീറ്റ്മെന്റും കൂടി ചെയ്തിട്ടുണ്ട്. ഞങ്ങൾ 6 മാസത്തേക്കുള്ളൊരു ട്രീറ്റ്മെന്റ് ആണ് എടുത്തേക്കുന്നത്. എനിക്ക് നല്ലോണം ഡാൻഡ്രഫ് ഉണ്ട്, ഹസ്ബൻഡിനും അങ്ങനെ തന്നെയാണ്. അപ്പം ഞങ്ങൾ രണ്ടുപേരും ഡാൻഡ്രഫ് ട്രീറ്റ്മെന്റും കൂടി ചെയ്യുന്നുണ്ട്. പിന്നെ ഞങ്ങൾ ബോട്ടോക്സ് ചെയ്യണമെന്നുള്ളൊരു ഉദ്ദേശത്തിലല്ലായിരുന്നു ഫസ്റ്റ് പോയത്. എനിക്ക് നന്നായിട്ട് ഹെയർ ഫാൾ ഉണ്ടായിരുന്നു. ഞങ്ങൾക്ക് ശരിക്കും പറഞ്ഞാൽ ഞങ്ങളുടെ ആഗ്രഹം കേളി ഹെയറിൽ തന്നെ ഒരു കളറിങ് ചെയ്യണമെന്നുള്ള രീതിയിലാണ് പോയത്. അപ്പോൾ അവിടെ ചെന്ന് എൻ്റെ മുടിയൊക്കെ നോക്കിയപ്പോഴത്തേക്കാണ് അവരിങ്ങനെ പറഞ്ഞത് നല്ലോണം ഫ്രിസിനെസ് ആവുന്നുണ്ട്, അതുപോലെ തന്നെ മുടി ഭയങ്കരമായിട്ട് കൊഴിയുന്നുണ്ട്. അപ്പോൾ അതിന് നമുക്ക് പറ്റിയൊരു ട്രീറ്റ്മെന്റ് എന്ന് പറയുന്നത് ഇപ്പോൾ എല്ലാവരും ചെയ്യുന്ന പോലെ തന്നെ ബോട്ടോക്സ് തന്നെയാണെന്ന് പറഞ്ഞായിരുന്നു കേട്ടോ. പിന്നെ അതിനുശേഷം നമുക്ക് കുറച്ച് ടൈം തന്നിരുന്നു. ഒരു 2 ആഴ്ചയോളം സമയം തന്നിട്ട്
നന്നായിട്ട് ആലോചിച്ചതിന് ശേഷം മാത്രം ഡിസൈഡ് ചെയ്താൽ മതി എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പം അങ്ങനെ ഞങ്ങൾ രണ്ടുപേരും കൂടി ഡിസൈഡ് ചെയ്തിട്ട് തീരുമാനിച്ചൊരു കാര്യമാണ് ഈ ബോട്ടോക്സ് ചെയ്യാന്നുള്ളത്. അപ്പം എല്ലാവരും പറയുന്ന കാര്യം തന്നെയാണ്, ആഫ്റ്റർ കെയർ ആണ് ഇതിന് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് വേണ്ടതെന്ന്. അപ്പം എന്നോട് അത് ചെയ്തു തന്ന ആ പയ്യൻ പ്രത്യേകം പറഞ്ഞിരുന്നത്, നമ്മൾ ഈ ഹെയർ ബോട്ടോക്സ് ചെയ്തതിന് ശേഷം അധികം അങ്ങനെ ഓയിൽ അപ്ലൈ ചെയ്യരുതെന്നാണ് പറഞ്ഞേക്കുന്നത് കേട്ടോ. അപ്പം അതുകൊണ്ട് തന്നെ ഞാൻ ഒട്ടും തന്നെ ഓയിൽ അപ്ലൈ ചെയ്യത്തേയില്ല. പ്രത്യേകിച്ച് എൻ്റേതൊരു ഓയിലി സ്കിന്നാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ ഓയിൽ അപ്ലൈ ചെയ്തില്ലെങ്കിലും ഓയിലി ഫുഡൊക്കെ പ്രത്യേകിച്ച് കഴിക്കുന്ന ദിവസങ്ങളിലാണെങ്കിലും സ്കാൽപ്പിൽ ഇങ്ങനെ ഓയിൽ പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഓൾറെഡി എൻ്റേത് ഓയിലി സ്കിൻ ആയതുകൊണ്ട് ഞാൻ ഇതുവരേക്കും എൻ്റെ തലയിൽ ഞാൻ ഈ ബോട്ടോക്സ് ചെയ്തതിന് ശേഷം ഓയിൽ അപ്ലൈ ചെയ്തിട്ടില്ല കേട്ടോ. ഹസ്ബൻഡിന് കുഴപ്പമില്ല, കാരണം ബോട്ടോക്സ് ചെയ്യാത്ത കാരണം കൊണ്ട് ഓയിൽ അപ്ലൈ ചെയ്യാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഹസ്ബൻഡ് അങ്ങനെ വലുതായിട്ട് ഓയിൽ അപ്ലൈ ചെയ്യാറില്ല. പക്ഷെ ഡെയിലി ഹസ്ബൻഡ് കുളിക്കാറുണ്ട്, തല കുളിക്കാറുണ്ട്. ഞാൻ ഡെയിലി ഹെയർ വാഷ് ചെയ്യാറില്ല. പിന്നെ ജാനുവരി 8 ആയപ്പോഴത്തേക്കും ഞാൻ 3rd ഹെയർ വാഷ് ചെയ്തിട്ടുണ്ട്. ഞാനിങ്ങനെ ഓരോ തവണ ഇത് ഹെയർ വാഷ് ചെയ്തതിന് ശേഷവും ഞാനിങ്ങനെ വീഡിയോ എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതേ 3rd ഹെയർ വാഷ് കഴിഞ്ഞതിന് ശേഷം എന്തേ നോക്കിയേ, എൻ്റെ ഹെയറിൻ്റെ ടെക്സ്ചറിന് ഒരു മാറ്റവും വന്നിട്ടില്ല. നല്ല സ്മൂത്ത് ആയിട്ട് തന്നെ കിടക്കുന്നുണ്ട്. പിന്നെ ബോട്ടോക്സ് ചെയ്ത് കഴിഞ്ഞപ്പോൾ എനിക്ക് തോന്നിയ ഏറ്റവും വലിയൊരു കാര്യം എന്ന് പറയുന്നത്, മെയിൻ്റനൻസ് ഭയങ്കര ഈസിയാണ്. നമുക്ക് നല്ല സോഫ്റ്റ് ആയിട്ടാണ് തോന്നുന്നത് മുടി. മറ്റേതാണെങ്കിൽ അങ്ങനെയല്ല, ഭയങ്കരമായിട്ട് ഒരു തിക്നെസ്സും അതുപോലെ തന്നെ ഒരു ഫ്രീസിനെസ് ഒക്കെയാണ്. മുടി ഇങ്ങനെ കൊഴിഞ്ഞു പോവുക, അല്ലെങ്കിൽ അറ്റം വെച്ച് പൊട്ടി പോവുക. പക്ഷെ ഈ ഒരു സംഭവം ചെയ്തതിന് ശേഷം എനിക്ക് അങ്ങനത്തെ ഒരു പ്രശ്നവും ഇല്ല. പ്രത്യേകിച്ച് മുടി കൊഴിച്ചിൽ എനിക്ക് ഇപ്പോൾ ഉണ്ടെങ്കിലും പക്ഷേ ആ പഴയതിൻ്റെ അത്രയും വലുതായിട്ടില്ല കേട്ടോ. ഭയങ്കരമായിട്ട് മുടി കൊഴിഞ്ഞുകൊണ്ടിരുന്നൊരു ആളാണ് ഞാൻ. പക്ഷേ ഈ ഒരു ബോട്ടോക്സ് ചെയ്തതിന് ശേഷം എൻ്റെ ഹെയർ ഫാൾ ഒത്തിരി കുറഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെ ഡാൻഡ്രഫ് ട്രീറ്റ്മെൻറ്റ് ചെയ്യുന്നത് കൊണ്ട് തന്നെ നന്നായിട്ട് ഡാൻഡ്രഫും കുറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ഈ വീഡിയോയും കൂടെ ഞാൻ ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അത് നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവുമല്ലോ, ഹെയർ വാഷ് കഴിഞ്ഞതിന് ശേഷം മുടി എത്ര നന്നായിട്ട് നല്ല സിൽക്കി ആയിട്ട് സോഫ്റ്റ് ആയിട്ടാണ് കിടക്കുന്നതെന്നുള്ളത്. പിന്നെ ഇത് 4th ഹെയർ വാഷ് ആണ്. ജാനുവരി 16-നാണ് 4th ഹെയർ വാഷ് ചെയ്തേക്കുന്നത് കേട്ടോ. ഇടയിൽ ഞാനൊരു 1 വീക്ക് ഗ്യാപ്പ് എടുത്തത്, എനിക്കാണെങ്കിൽ നന്നായിട്ട് പനി പിടിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. വൈറൽ ഫീവർ ആയിരുന്നു. അപ്പോൾ ആ ഒരു വീക്കിൽ ഞാൻ ഹെയർ വാഷ് ചെയ്തില്ല. പിന്നെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, എനിക്ക് അവിടെ നിന്ന് പറഞ്ഞു തന്ന കാര്യമാണിത്, നമ്മൾ ഹെയർ വാഷ് ചെയ്തതിന് ശേഷം ഒരിക്കലും നമ്മൾ തലയിൽ ഇങ്ങനെ ഒരുപാട് ടൈറ്റായിട്ട് ഇങ്ങനെ ടവൽ വെച്ചിട്ട് പിടിക്കാൻ പാടില്ല എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അത് നമ്മൾ ബോട്ടോക്സ് ചെയ്താലും ഇല്ലെങ്കിലും നോർമൽ ഹെയർ ആണെങ്കിലും നമ്മൾ ഒരിക്കലും ഹെയർ ഇങ്ങനെ ഭയങ്കരമായിട്ട് ഇങ്ങനെ ഒരച്ചൊന്നും തുടച്ചൊന്നും എടുക്കാനായിട്ട് പാടില്ല കേട്ടോ. പിന്നെ അതുപോലെ തന്നെ നിഴലിലാണ് നമ്മുടെ മുടി ഉണക്കാനായിട്ടുള്ളത്, അല്ലെങ്കിൽ കാറ്റത്ത് വെച്ച് ഉണക്കണം. അപ്പം ഞാൻ ഫാനൊന്നും ഇടത്തൊന്നുമില്ല, വീട്ടിൽ തന്നെ ആയതുകൊണ്ട് കുറച്ച് നേരം ഇങ്ങനെ ഫ്രീ ആയിട്ട് വിട്ടേക്കും. അപ്പോഴേക്കും തന്നെ ഒരു അരമണിക്കൂറൊക്കെ കൊണ്ട് തന്നെ നന്നായിട്ട് ഉണങ്ങി കിട്ടും കേട്ടോ. എപ്പോഴും നമ്മൾ നാച്ചുറലായിട്ട് ഹെയർ ഇങ്ങനെ ഉണക്കി എടുക്കുന്നതാണ് നല്ലത്. ഇപ്പോൾ എൻ്റെ മുടി ചെറുതായിട്ടൊന്ന് വളഞ്ഞേക്കുന്നതിൻ്റെ കാരണം തലേ ദിവസം ഞാൻ ടൈറ്റായിട്ട് ക്ലിപ്പ് ഇട്ട് വെച്ചിരുന്നു കേട്ടോ. അതുകൊണ്ടാണ്. ജാനുവരി 22 ഇത് എൻ്റെ 5th ഹെയർ വാഷ് ആണ്. ഞാൻ ഇതുവരെ 5 ഹെയർ വാഷ് ആണ് ചെയ്തേക്കുന്നത് കേട്ടോ. അപ്പോൾ രാവിലെ തന്നെ ഹെയർ വാഷ് ഒക്കെ ചെയ്തിട്ട് എനിക്കിന്ന് ക്ഷേത്രത്തിലും കൂടി പോകണമായിരുന്നു. അപ്പം ഞാൻ ചെയ്യുന്ന ഹെയർ സ്റ്റൈൽ ഞാൻ കാണിച്ചു തരാം. ഞാനിങ്ങനെ 2 സൈഡിലായിട്ട് പാർട്ടീഷൻ ചെയ്തിടാറുണ്ട്. പിന്നെ ടവൽ വെച്ച് കെട്ടുന്ന സമയത്ത് നമ്മളെപ്പോഴും ഞാൻ നേരത്തെ വീഡിയോയിൽ കാണിച്ച പോലെ അങ്ങനെ വേണം ചെയ്യാനായിട്ട്. ഒരുപാട് ടൈറ്റ് ആയിട്ടൊന്നും കെട്ടരുത്. നമുക്ക് പാർലറിൽ നിന്ന് തന്നെ അത് നമുക്ക് അവർ ചെയ്യുന്ന സമയത്ത് നമ്മൾ ശ്രദ്ധിച്ചാൽ മതി, അറിയാൻ പറ്റില്ലെങ്കിൽ യൂട്യൂബിനകത്ത് തന്നെ വീഡിയോ കിടപ്പുണ്ട് കേട്ടോ. ഒരുപാട് വീഡിയോസ് ഞാൻ സെർച്ച് ചെയ്ത് കണ്ടുപിടിച്ചിട്ടാണ് ഞാനിപ്പോൾ ഇങ്ങനെയാണ് കുളിച്ചതിന് ശേഷം മുടി കെട്ടി വെക്കുന്നത്. കുറച്ച് നേരം വെച്ചതിന് ശേഷം പിന്നെ അഴിച്ചിട്ടിട്ട് ഉണക്കിയെടുക്കും. പിന്നെ എനിക്ക് പ്രത്യേകം പറയാനുള്ളൊരു കാര്യം എന്ന് പറയുന്നത്, അവർ നമുക്ക് തന്നേക്കുന്ന ആ ഒരു ഷാമ്പുവും ഹെയർ മാസ്കും ആണ് യൂസ് ചെയ്യേണ്ടത്. എപ്പോഴും നമ്മളൊരു വാഷ് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം ഹെയർ ഡ്രൈ ആകുമ്പോൾ നമ്മുടെ ഒരു ഹെയർ കളർ ഉണ്ടല്ലോ, കുറച്ചും കൂടി നന്നായിട്ട് ബ്രൈറ്റ് ആയിട്ട് തോന്നും. അത് നല്ല ഭംഗിയാണ് കേട്ടോ. കുറച്ചും കൂടി നല്ല ഡാർക്ക് ആയിട്ട് തോന്നിക്കും. ഞാൻ 2 സൈഡിലായിട്ട് ഇങ്ങനെ പാർട്ടീഷൻ ചെയ്തിടാറുണ്ട്. പിന്നെ 2 ലെഫ്റ്റ് സൈഡിലോട്ടും റൈറ്റ് സൈഡിലോട്ടും ഞാനിങ്ങനെ സ്റ്റൈൽ ചെയ്ത് ഇടാറുണ്ട് കേട്ടോ. എൻ്റെ അടുത്ത് ഇപ്പോൾ ഈ ഒരു സ്ട്രെയിറ്റ്നറോ മറ്റു സംഭവങ്ങളൊന്നും ഇല്ല. ഞാൻ വെറുതെ കോമ്പ് കൊണ്ട് തന്നെയാണ് ചെയ്യാണ് വെക്കുന്നത്. അല്ലാതെ വേറെ ഞാൻ ഹെയർ ഡ്രയറും ഹെയർ സ്ട്രെയിറ്റ്നറും അങ്ങനത്തെ സംഭവങ്ങളൊന്നും യൂസ് ചെയ്യുന്നില്ല കേട്ടോ. പിന്നെ നമുക്ക് ഏറ്റവും കൂടുതൽ എനിക്ക് തോന്നിയൊരു കാര്യം എന്ന് പറയുന്നത്, കംഫർട്ടായിട്ട് തോന്നിയൊരു കാര്യം എന്ന് പറയുന്നത്, നമ്മളിങ്ങനെ ബോട്ടോക്സ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഏത് തരത്തിലുള്ള ഹെയർ സ്റ്റൈൽ വേണമെങ്കിലും ട്രൈ ചെയ്യാനായിട്ട് പറ്റും കേട്ടോ. മറ്റേത് എൻ്റെത് വേവി ഹെയർ ആയിരുന്നപ്പോൾ എനിക്ക് സ്ഥിരം ഒരു ഹെയർ സ്റ്റൈൽ മാത്രമാണ് ഉണ്ടായിരുന്നത്. പക്ഷെ ഇപ്പോൾ അങ്ങനെയല്ല, ഓപ്പൺ ഹെയറിൽ നടക്കാനും ഒക്കെ കുറച്ചും കൂടി നല്ല കംഫർട്ടാണ്.
അപ്പോൾ അതേ ഞാൻ കാണിച്ചു തരാം. ഞാനൊരു ബനാന ക്ലിപ്പ് എടുത്തിട്ട് ഇതുപോലെ ഒന്ന് പോണിറ്റെയിലായിട്ട് ഇങ്ങനെ വെക്കുകയാണ് ചെയ്യുന്നത്. കുറച്ചും കൂടി ഹൈറ്റിൽ വേണമെന്നുണ്ടെങ്കിൽ അങ്ങനെ വേണമെങ്കിൽ നമുക്ക് പോണിറ്റെയിൽ വെക്കാം. ഇങ്ങനെ ചെയ്യുന്ന സമയത്ത് നമ്മുടെ ഹെയർ കളർ കുറച്ചും കൂടി നല്ല ബ്രൈറ്റ് ആയിട്ട് തോന്നിക്കും. ഫ്രണ്ടിൽ ഞാൻ ബാങ്ക്സ് ഒന്നും ഇട്ടിട്ടുണ്ടായിരുന്നില്ല. അന്ന് എന്നോട് ഹെയർ കട്ട് ചെയ്തപ്പോൾ ചോദിച്ചാണ്, പക്ഷെ ഞാൻ വേണ്ടാന്ന് പറഞ്ഞായിരുന്നു കേട്ടോ. പക്ഷെ എന്നാലും എനിക്ക് ചെറിയൊരു ബാങ്ക്സ് ഉണ്ട്. അപ്പൊ ഞാനൊരു ബാങ്ക്സും കൂടി ഫ്രണ്ടിലോട്ടിട്ട് സ്റ്റൈൽ ചെയ്യാറുണ്ട്. പിന്നെ അതുപോലെ തന്നെ രണ്ട് സൈഡിലോട്ട് ഒരു പോണിറ്റെയിൽ ബാക്കിലിട്ടിട്ട് രണ്ട് സൈഡിലേക്ക് പാർട്ടീഷൻ ചെയ്ത് ഇങ്ങനെയും ഇടാറുണ്ട് കേട്ടോ. പിന്നെ എനിക്ക് അന്ന് ഹെയർ കളർ ചെയ്ത സമയത്ത് ആ പയ്യൻ എനിക്ക് ഒരു സൈഡിൽ നല്ല ഡാർക്ക് ആയിട്ടാണ് കേട്ടോ ഹെയർ കളർ ചെയ്ത് തന്നെ, മറ്റേ സൈഡിൽ കുറച്ച് ലൈറ്റ് ആയിട്ടാണ് ചെയ്തു തന്നത്. അപ്പൊ നമുക്ക് ഓപ്പൺ ഹെയറിൽ സൈഡിലോട്ട് നമ്മൾ എടുത്തു വെക്കുന്ന സമയത്ത് ഒരുപാട് കളറുള്ള ഭാഗം നമുക്ക് ഹൈലൈറ്റ് ആയിട്ട് നിൽക്കുന്ന രീതിയിലാണ് ചെയ്തു തന്നേക്കുന്നത്. അപ്പൊ നമ്മൾ എങ്ങനെ ഹെയർ സ്റ്റൈൽ ചെയ്താലും കളർ നന്നായിട്ട് കാണാൻ പറ്റും. പക്ഷേ എനിക്ക് തോന്നുന്നു റൈറ്റ് സൈഡ് ആണെന്ന്, റൈറ്റ് സൈഡിലാണ് കുറച്ചും കൂടി നല്ല ഡാർക്ക് ആയിട്ട് ചെയ്തേക്കുന്നത് കേട്ടോ. പിന്നെ ഇടയിൽ ഇങ്ങനെ ബ്ലാക്കും കൂടി ചെയ്തേക്കുന്നതുകൊണ്ട് തന്നെ നല്ല ഭംഗിയാണ് കാണാനൊക്കെ. പിന്നെ എനിക്ക് ഒരു ബോട്ടോക്സ് ചെയ്തതിന് ശേഷം എനിക്ക് ഭയങ്കരമായിട്ട് കോൺഫിഡൻസും കൂടിയിട്ടുണ്ട്. മാത്രമല്ല ഏത് തരത്തിലുള്ള ഡ്രസ്സും നമുക്ക് ഇടാനുള്ളൊരു ഇത് തോന്നിയിട്ടുണ്ട്, ഒരു കോൺഫിഡൻസ് വന്നിട്ടുണ്ട് കേട്ടോ. പിന്നെ അതേ കണ്ടോ, ഞാൻ ഈ ഒരു ഹെയർ കളർ ചെയ്തപ്പോൾ ഒരു സൈഡിലാണ് നന്നായിട്ട് കളർ കാണുന്നത് അല്ലേ. പിന്നെ നമുക്ക് ഈ ഒരു കളർ വേണ്ടാന്നുണ്ടെങ്കിൽ പിന്നീട് നമുക്ക് മാറ്റി അടിക്കാന്ന് പറഞ്ഞിട്ടുണ്ട്. ഇപ്പം എന്നോട് ഒരു വർഷത്തേക്ക് കളർ ഇനി ചെയ്യേണ്ടതാണ് പറഞ്ഞേക്കുന്നത് കേട്ടോ. പിന്നെ അത് ജാനുവരി 24 എൻ്റെ 6th വാഷാണ്. അപ്പം ഞാൻ ഇന്ന് രാവിലെ കുളിച്ചിട്ടില്ല, കുളിക്കാതെ തന്നെയാണ് നമ്മൾ ഈ ഒരു പാർലറിലേക്ക് പോകുന്നത് കേട്ടോ. അപ്പോൾ ഇന്ന് എൻ്റെ ജാനുവരി മന്തിലെ എൻ്റെ സെക്കൻഡ് ഡാൻഡ്രഫ് സ്പാ ട്രീറ്റ്മെൻ്റ് ആണ്. അപ്പം നിങ്ങൾ എപ്പോഴും ബോട്ടോക്സ് ചെയ്യുന്നതിനോടൊപ്പം തന്നെ സ്പായും കൂടി മന്ത്ലി ചെയ്യുവാണെങ്കിൽ ഒരുപാട് നാൾ ലോങ് ലാസ്റ്റിംഗ് ആയിട്ട് നിൽക്കും കേട്ടോ. അപ്പോൾ ഇന്ന് എൻ്റെ സെക്കൻഡ് സിറ്റിംഗ് ആണ്. അപ്പോൾ ഫസ്റ്റ് സിറ്റിംഗ് വന്നിരുന്നത് ഞാൻ ബോട്ടോക്സ് ഫസ്റ്റ് ചെയ്തതിൻ്റെ അതായത് ഡിസംബർ മാസത്തിലെ ആ ഒരു ബോട്ടോക്സ് ചെയ്തതിൻ്റെ തലേ ദിവസമാണ് ആദ്യത്തെ എൻ്റെ ഡാൻഡ്രഫ് ട്രീറ്റ്മെന്റ് ചെയ്തത്. ഒരു വീക്ക് മുന്നേക്ക് ചെയ്തായിരുന്നു. അപ്പോൾ അത് എൻ്റെ സെക്കൻഡ് സ്പാ ട്രീറ്റ്മെന്റിന് ഞാൻ പോയപ്പോൾ അവരെന്നോട് പറഞ്ഞത് നന്നായിട്ട് തന്നെ ഡാൻഡ്രഫ് കുറഞ്ഞിട്ടുണ്ട്, നല്ല റിസൾട്ടാണ് വന്നിട്ടുള്ളതെന്ന് പറഞ്ഞു. പിന്നെ ഹെയർ നന്നായിട്ട് തന്നെ മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ടെന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ അവിടെ നിന്ന് തന്നെ എനിക്ക് ഒന്നും കൂടി ഹെയർ വാഷ് ചെയ്താണ് വിട്ടേക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇതെൻ്റെ 6th ഹെയർ വാഷായിട്ട് കണക്കാക്കാൻ പറ്റും. അപ്പോൾ അത് ഡാൻഡ്രഫ് സ്പാ ചെയ്തതിന് ശേഷം വീട്ടിൽ വന്നിട്ട് ഞാൻ എടുത്തേക്കുന്ന വീഡിയോ ആണ്. അപ്പോൾ എനിക്ക് പേഴ്സണലി എനിക്ക് ഫീൽ ചെയ്തൊരു കാര്യം എന്ന് പറയുന്നത് എൻ്റെ ഹെയർ നന്നായിട്ട് തന്നെ ഗ്രോ ആയിട്ടുണ്ട്. മാത്രമല്ല ഹെയറിന് നന്നായിട്ടൊരു തിക്നെസ്സും തോന്നിയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ മെയിൻറ്റെയിൻ ചെയ്യുന്ന പോലെ ഇരിക്കത്തുള്ളൂ. നമ്മൾ ഈ ഒരു ബോട്ടോക്സ് ഹെയർ ട്രീറ്റ്മെൻറ്റ് ചെയ്തതിന് ശേഷം ഹെയർ ഗ്രോത്ത് ഉണ്ടാവാൻ വേണ്ടിയിട്ട് ഓയിൽ തന്നെ അപ്ലൈ ചെയ്യണമെന്നില്ല കേട്ടോ. ഞാൻ ചെയ്യുന്നത് ഹെയർ ഗ്രോത്തിന് വേണ്ടുന്ന ജ്യൂസസ് ആയിട്ടാണ് കൂടുതലും കുടിക്കുന്നത്. നെല്ലിക്ക ജ്യൂസും കറിവേപ്പിലയും നെല്ലിക്കയും കൂടി ഇട്ടിട്ടുള്ള ജ്യൂസൊക്കെയാണ് കൂടുതലും കുടിക്കുന്നത്. അപ്പോൾ ഹെയർ ഗ്രോത്തിനുള്ള ജ്യൂസസ് ഒക്കെ ഞാൻ വരുന്ന ഏതെങ്കിലുമൊക്കെ ഒരു വ്ലോഗിൽ നിങ്ങൾക്ക് ഷെയർ ചെയ്യാം കേട്ടോ. അപ്പോൾ ഇതുവരെ ഞാൻ ഇങ്ങനെയാണ് മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകുന്നത്. നൈറ്റ് കിടന്ന് ഉറങ്ങുന്ന സമയത്ത് ഞാൻ നന്നായിട്ട് മുടി ഇങ്ങനെ ബാക്കിലോട്ട് വിരിച്ചിട്ടിട്ടാണ് കിടക്കുന്നത്. ഞാൻ കെട്ടി അങ്ങനെ ടൈറ്റ് ആയിട്ടൊന്നും വെക്കത്തില്ല. പിന്നെ എല്ലാ ദിവസവും രാവിലെ എഴുന്നേറ്റാൽ ഉടനെ തന്നെ എൻ്റെ കോമ്പ് യൂസ് ചെയ്തിട്ട് ഞാനൊന്ന് കോമ്പ് ചെയ്ത് എടുക്കാറുണ്ട്. അപ്പോൾ അതൊക്കെ കൊണ്ടാണ് ഹെയർ ഇങ്ങനെ ഇരിക്കുന്നതെന്ന് തോന്നുന്നത് കേട്ടോ. ഇനി പോകെ പോകെ അറിയാം എങ്ങനെയാണ് എന്നുള്ളത്. ഇനി ഞാൻ ഒരു 5 മാസമൊക്കെ കഴിഞ്ഞതിന് ശേഷം നിങ്ങൾക്ക് ഇതിൻ്റെ അപ്ഡേഷൻ എന്തായാലും അറിയിക്കാം. പിന്നെ നമുക്ക് അവിടെ നിന്ന് തന്നിട്ടുള്ളത് ഈ ഒരു ഹെയർ മാസ്കും ഈ ഒരു ഷാമ്പു ആണ് കേട്ടോ. അപ്പോൾ നമ്മൾ കുളിക്കുന്ന സമയത്ത് കുറച്ച് വെള്ളത്തിൽ ഷാമ്പു മിക്സ് ചെയ്തതിന് ശേഷം നന്നായിട്ട് സ്കാൽപ്പിൽ ഒന്ന് മസാജ് ചെയ്തിട്ടാണ് കുളിക്കേണ്ടത്. അത് കഴിഞ്ഞിട്ട് നന്നായി ഹെയർ വാഷ് ചെയ്ത് കളഞ്ഞതിന് ശേഷം മാസ്ക് ചെറുതായിട്ട് ഒരു ഡ്രോപ്പ് എടുത്താൽ മതി. എടുത്തിട്ട് നമ്മുടെ ഹെയറിൻ്റെ മേലെ ഒന്ന് നന്നായിട്ടൊന്ന് അപ്ലൈ ചെയ്തെടുക്കുക. ഈ ഒരു വയലറ്റ് കളറിലാണ് ഇരിക്കുന്നത് കേട്ടോ മാസ്ക്. നല്ല സ്മെല്ലാണിത്. അപ്പോൾ നമ്മളെപ്പോഴും ബോട്ടോക്സ് ചെയ്യുന്ന സമയത്ത് നമുക്ക് അവിടെ നിന്ന് തരുന്ന സലൂണിൽ നിന്ന് തരുന്ന ഹെയർ മാസ്കും ഷാമ്പുവും മാത്രമേ യൂസ് ചെയ്യാവുള്ളൂ. അല്ലാതെ നമ്മൾ മേടിച്ച് ചെയ്യരുതെന്നാണ് എൻ്റെ ഒരു പേഴ്സണൽ ഒപ്പീനിയൻ. കുറച്ച് കോസ്റ്റ്ലി ആണെങ്കിൽ പോലും നമുക്ക് ലോങ് ലാസ്റ്റ് ചെയ്യും. അപ്പോൾ എനിക്കിത് കുറേ നാളത്തേക്ക് വരുമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ ഈ ഒരു ഷാമ്പുവും മാസ്കും ഒക്കെ. ഹെയർ മാസ്ക് നന്നായിട്ട് ഒന്ന് അപ്ലൈ ചെയ്തതിന് ശേഷം നമ്മളൊരു 2-3 മിനിറ്റ് ഇങ്ങനെ വെയിറ്റ് ചെയ്യുക കേട്ടോ. നമ്മൾ ഷാമ്പു അപ്ലൈ ചെയ്തിട്ടും 2-3 മിനിറ്റ് വെയിറ്റ് ചെയ്തതിന് ശേഷമാണ് ഹെയർ വാഷ് ചെയ്യേണ്ടത്. അത് കഴിഞ്ഞിട്ട് നമ്മുടെ ഈ ഒരു മാസ്ക് അപ്ലൈ ചെയ്യണം. അത് കഴിഞ്ഞ് മാസ്ക് അപ്ലൈ ചെയ്തും ഒരു 2-3 മിനിറ്റ് വെയിറ്റ് ചെയ്തതിന് ശേഷം മാത്രമാണ് നിങ്ങൾ വാഷ് ചെയ്ത് എടുക്കേണ്ടത്. ഞാൻ മാസ്ക് യൂസ് ചെയ്തതിന് ശേഷം പെട്ടെന്ന് തന്നെ ഹെയർ വാഷ് ചെയ്ത് അങ്ങ് എടുക്കുകയാണ് ചെയ്യുന്നത് കേട്ടോ. ഒരുപാട് വെള്ളത്തിൽ പിന്നീട്ട് കഴുകത്തില്ല. കുറച്ചിങ്ങനെ മാസ്ക് അതിൽ നിൽക്കുന്ന രീതിയിൽ തന്നെയാണ് ഞാൻ ചെയ്യുന്നത് കേട്ടോ. ഇതുവരെയും അങ്ങനെയാണ് ഫോളോ ചെയ്യുന്നത്. പിന്നെ ഞാൻ യൂസ് ചെയ്യുന്നത് ഈ ഒരു വയലറ്റ് കളറിലുള്ള വീഗ ബ്രാൻഡിൻ്റെ
ബ്രാൻഡിൻ്റെ കോമ്പാണ് കേട്ടോ. നമ്മളെപ്പോഴും കോമ്പ് യൂസ് ചെയ്യുന്ന സമയത്ത് ഇങ്ങനത്തത് യൂസ് ചെയ്താൽ ബ്ലഡ് സർക്കുലേഷൻ ഉണ്ടാവുകയും ഹെയർ ഗ്രോത്ത് ഉണ്ടാവുകയും ചെയ്യും. മറ്റേ ഒരു പിങ്ക് കോമ്പ് വരുന്നത് ഞാൻ ആമിക്ക് വേണ്ടിയിട്ട് മേടിച്ചതാണ്. അത് മിനിസോ എന്ന് മേടിച്ചിട്ടുള്ളതാണ്. അപ്പോൾ ഇത്രയും കാര്യങ്ങളൊക്കെയാണ് ഞാൻ ശ്രദ്ധിക്കുന്നത്. ഹെയർ ഗ്രോത്ത് ഉണ്ടാവാൻ വേണ്ടിയിട്ട് ധാരാളം വെള്ളം കുടിച്ചാൽ മതി. അതുപോലെ തന്നെ ഹെയർ ഗ്രോത്തിന് വേണ്ടിയിട്ടുള്ള ജ്യൂസസ് ഒക്കെ നമുക്ക് ഇൻടേക്ക് ചെയ്യാം. അതുപോലെ തന്നെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നമുക്ക് ഓൺലൈനിൽ ഒരുപാട് ഇങ്ങനത്തെ നമ്മൾക്ക് ഹെയർ ഗ്രോത്തിനുള്ള ഞാനിപ്പോൾ കാണിച്ചില്ല അതുപോലത്തെ കോമ്പുകളൊക്കെ മേടിക്കാനായിട്ട് കിട്ടുന്നുണ്ട് കേട്ടോ. കുറച്ച് കോസ്റ്റ്ലി ആയിരിക്കും. അപ്പം നിങ്ങൾ അതിൽ നല്ല ബ്രാൻഡ് ഏതാണെന്ന് നോക്കിയിട്ട് മേടിച്ചാൽ മതി. ഞാനിപ്പോൾ യൂസ് ചെയ്യുന്ന ഈ ഒരു കോമ്പ് ഞാൻ ശരവണ സ്റ്റോറിൽ നിന്ന് എടുത്തിട്ടുള്ളതാണ്. വീഗ ബ്രാൻഡിൻ്റെത്. അതന്ന് 250 രൂപയ്ക്കാണ് മേടിച്ചത് കേട്ടോ. അപ്പോൾ കുറച്ച് റേറ്റ് കൂടുതലാണെന്നുണ്ടെങ്കിലും കുഴപ്പമൊന്നുമില്ല, നമുക്ക് നല്ല ബെനിഫിറ്റ് ഉള്ളതാണ്. അപ്പോൾ ഇതുപോലത്തെ ചെറിയ മുള്ള് ഉള്ള പോലത്തെ ഇങ്ങനത്തെ ബ്രഷ് പോലത്തെ ചീപ്പ് യൂസ് ചെയ്യുമ്പോൾ ബ്ലഡ് സർക്കുലേഷൻ കൂടി നന്നായിട്ട് ഹെയർ ഗ്രോത്ത് ഉണ്ടാവും. പിന്നെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത്, നമ്മൾ യൂസ് ചെയ്യുന്ന ഈ ഒരു കോമ്പ് മറ്റാർക്കും കൊടുക്കരുത്. കാരണം നമ്മുടെ തലയിലുള്ള ഡാൻഡ്രഫ് അവരിലേക്ക് പടരും, അതുപോലെ തന്നെ അവരിലുള്ള ഡാൻഡ്രഫ് നമ്മളിലേക്കും വരും. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇത് പെട്ടെന്ന് സ്പ്രെഡ് ആവാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഓരോരുത്തരും ഓരോ കോമ്പ് യൂസ് ചെയ്യുക. അപ്പോൾ ഇതൊക്കെ ഒന്ന് ശ്രദ്ധിച്ചോളൂ. പിന്നെ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഞാനിപ്പോൾ ചെന്നൈയിലാണല്ലോ, അപ്പോൾ അതുകൊണ്ട് തന്നെ ഇവിടെ നമ്മുടെ കോർപ്പറേഷൻ വാട്ടറിൽ നന്നായിട്ട് ക്ലോറിൻ ഉണ്ട്. അപ്പോൾ ഈ ക്ലോറിൻ വെള്ളം കുളിച്ചിട്ടാണ് എൻ്റെ ഈ ഒരു ഹെയർ ഫാൾ സ്റ്റാർട്ട് ആയത് കേട്ടോ. പിന്നെ ഇടയിൽ ഞാൻ വൈറ്റമിൻ ഡി ടാബ്ലറ്റ് ഒക്കെ കഴിച്ചെങ്കിലും എൻ്റെ ഹെയർ ഫാളിനൊന്നും ഒരു കുറവും വന്നിട്ടില്ല. അപ്പോൾ ഞാൻ വെള്ളം മാറ്റി കുളിക്കാനായിട്ട് തുടങ്ങി. ഇവിടെ നമുക്ക് ബോർവെല്ലുള്ളത് ഹാർഡ് വാട്ടർ ആണ്. അപ്പോൾ അത് നമുക്ക് ഫിൽറ്റർ ചെയ്ത് കിട്ടുന്ന വെള്ളം വെച്ചിട്ടാണ് ഞാൻ എപ്പോഴും ഹെയർ വാഷ് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾ താമസിക്കുന്ന സ്ഥലത്ത് ഹാർഡ് വാട്ടർ ആണെങ്കിൽ ക്ലോറിൻ വാട്ടർ ആണെന്നുണ്ടെങ്കിൽ ഒരിക്കലും അത് യൂസ് ചെയ്തിട്ട് തല കഴുകരുത്. നല്ല വെള്ളം യൂസ് ചെയ്തിട്ട് വേണം ഹെയർ വാഷ് ചെയ്യാനായിട്ട് കേട്ടോ. അത് പ്രത്യേകം ശ്രദ്ധിക്കുക. അപ്പോൾ എനിക്ക് പേഴ്സണലി ഇതുവരെ ഉള്ള എൻ്റെ ഒരു അനുഭവം വെച്ച് പറയുകയാണെങ്കിൽ എനിക്ക് വേറെ സൈഡ് എഫക്റ്റോ മറ്റു കാര്യങ്ങളോ ഒന്നും തോന്നിയിട്ടില്ല. നല്ല സ്മൂത്ത് ആയിട്ടാണ് കിടക്കുന്നത്. മുടി നന്നായിട്ട് തന്നെ മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റുന്നുണ്ട്. പിന്നെ ഈ പറഞ്ഞ പോലെ ഈ ഒരു ഹെയർ ഫാൾ കൺട്രോൾ ആയിട്ടുണ്ട്. അതുപോലെ തന്നെ ഫ്രിസിനെസ്സും. അപ്പോൾ നമ്മൾ യൂസ് ചെയ്യുന്ന പ്രോഡക്ട്സ് അത്രയും നല്ലതായിരിക്കണം. പിന്നെ നിങ്ങൾക്ക് ഓൺലൈനിൽ നിന്നൊക്കെ മേടിക്കാനൊന്നും ഞാൻ ഒരിക്കലും സജസ്റ്റ് ചെയ്യത്തില്ല. ഇപ്പോൾ എനിക്കിത് ചെയ്തേക്കുന്ന ബോട്ടോക്സിൻ്റെ ഇതിനനുസരിച്ചിട്ടുള്ള മാസ്കും ഷാമ്പു ആണ് തന്നേക്കുന്നത് കേട്ടോ. അപ്പോൾ നിങ്ങൾ നല്ലൊരു സലൂണിൽ, ഞാൻ അന്ന് പറഞ്ഞ പോലെ തന്നെയാണ് ഇപ്പോഴും പറയുന്നത്, നല്ല റെപ്യൂട്ടഡ് ആയിട്ടുള്ള നല്ലൊരു സലൂണിൽ പോയിട്ട് മാത്രമേ ഇത് ചെയ്യാവുള്ളൂ. നല്ലപോലെ അന്വേഷിച്ചതിന് ശേഷം നിങ്ങൾക്ക് എന്ത് ട്രീറ്റ്മെൻ്റ് ആണ് ചെയ്യേണ്ടതെന്ന് അവർ പറയുന്നത് നിങ്ങൾക്ക് സാറ്റിസ്ഫൈഡ് ആണെങ്കിൽ മാത്രം ഈ ഒരു ബോട്ടോക്സ് നിങ്ങൾക്ക് ചെയ്യാം. ഞാൻ ഈ ഒരു വീഡിയോ ചെയ്തേക്കുന്നത് എൻ്റെ എക്സ്പീരിയൻസ് ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. 1-2 പേര് എന്നോട് പറഞ്ഞിരുന്നു ബോട്ടോക്സ് ചെയ്തതിന് ശേഷം 1 മന്തിന് ശേഷമുള്ള റിവ്യൂ ഇടണേ എന്നുള്ളത് കേട്ടോ. അപ്പോൾ അതുകൊണ്ടാണ് പറഞ്ഞത്. അപ്പോൾ നിങ്ങൾക്ക് എല്ലാം വ്യക്തമായി മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയെങ്കിൽ മറക്കാതെ ഒന്ന് ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്യാനും ഒന്നും മറക്കരുതേ. ആദ്യമായിട്ടാണ് നമ്മുടെ ചാനൽ കാണുന്നതെങ്കിൽ വീഡിയോസൊക്കെ ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ മാത്രം ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചേക്കൂ. പുതിയൊരു വീഡിയോ ആയിട്ട് നമുക്കിനി മൺഡേ വീണ്ടും കാണാം. അതുവരേക്കും എല്ലാവർക്കും ബൈ. താങ്ക്സ് ഫോർ വാച്ചിങ്.